NSSനും NSSന്റെ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബംഗാൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ NSS ആസ്ഥാനത്തെത്തിയപ്പോൾ പരിഗണിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമോ? ഈ NSSന്റെ നിലപാടുകൾ BJP ഡയറക്റ്റായിട്ട് വാദിക്കേണ്ട കാര്യമില്ല. കാരണം NSS എന്ന് പറയുന്ന സാമുദായിക പ്രസ്ഥാനം സ്വന്തം നിലയിൽ പോകുന്ന ഒരു സംവിധാനമാണ്. G. സുകുമാരൻ നായരാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. മുമ്പേ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സമുദായ സംഘടന കൂടിയാണ്. അത് പ്രത്യേകിച്ചും G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കഴിഞ്ഞ നമ്മുടെ 2 മാസം മുമ്പ് നടന്ന അയ്യപ്പ സംഗമം, സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരെ ഔദ്യോഗികമായിട്ട് സർക്കാർ ക്ഷണിച്ചിരുന്നു. കാപ്പിളിയും ക്ഷണിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം സുകുമാരൻ നായർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളായിട്ടാണ് പൊതുവെ ഈ നായന്മാർ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ CPM-നോട് അടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് NSSന് നിലവിൽ നടക്കുന്ന ചില കേസുകളാണ്. ഉദാഹരണത്തിന് ഈ പല കലയോഗങ്ങളും NSSനെതിരെ കേസ് നടത്തുന്നുണ്ട്. ഹൈക്കോടതിയിൽ ആ കേസ് പലതിപ്പോൾ ലൈവാണ്. അതിൽ ഒരു കേസ് 60 തവണ മാറ്റിവെച്ചു. NSSയുടെ കേസ് ലാവ്ലിൻ പോലെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കേസ് ഈ ഇത്രയും തവണ മാറ്റിവെക്കപ്പെടുന്നത് എന്ന് പിന്നെ പൊതുസമൂഹമോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ നീതിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഒരാൾ വിരോധത്തിൽ പോയത്. ആ നീതി അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത് മാത്രമല്ല, അത് വലിയ തോതിൽ എന്താണ് ഡിലേ ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ആ കേസെന്ന് പറയുന്നത് പിന്നെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം ഈ NSSന്റെ കരയോഗങ്ങളിലുള്ള എല്ലാ അംഗങ്ങൾക്കും വോട്ടിംഗ് അവകാശം വേണം എന്നാവശ്യപ്പെട്ടാണ്. ഇപ്പോൾ അവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ഒരു പ്രതിനിധി സഭയുണ്ട്, 300 ആളുകൾ ചേരുന്ന ഒരു പ്രതിനിധി സഭയാണ്. ആ പ്രതിനിധി സഭയാണ് ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ഡയറക്ടർ ബോർഡാണ് ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 300 പേരെന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ അടിമകളായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഡയറക്ടർ ബോർഡ് എത്തൂ എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രതിനിധി സഭയിൽ. അപ്പോൾ ഈ 300 പേർക്കല്ല വേണ്ടത്, മറിച്ച് പിന്നെ NSSന്റെ എല്ലാ കരയോഗങ്ങളിലെയും അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വേണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഘടന ഈ NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ഘടന തന്നെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരമാണ്. അപ്പോൾ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം അവരുടെ പിന്നെ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അത് അട്ടിമറിക്കപ്പെടുകയാണ് വളരെ അതിവിദഗ്ധമായിട്ട്. സർക്കാരിൻ്റെ സഹായത്തോടെയാണ് അത് നടന്നു വരുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിനെതിരെ മറ്റൊന്ന് 2 കേസുകൾ കൂടിയുണ്ട് സുകുമാരൻ നായർക്കെതിരെ. അതായത് ഈ മണൽ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്തയുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ഭാഗത്ത് നിന്നല്ലോ, അതിൽ ഇദ്ദേഹത്തിന് പങ്കുള്ള ബന്ധപ്പെട്ടും ഒരു പരാതിയുണ്ട്. അപ്പോൾ ഈ പരാതികളിലെല്ലാം സംസ്ഥാന സർക്കാർ ഒരു കക്ഷിയാണ് ഈ പിന്നെ കോടതി നിൽക്കുന്ന കേസുകളിൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഇടതുപക്ഷ അനുകൂല നയം അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. ആനന്ദബോസ് പറയുന്ന അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ മന്നത്ത് പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ അവിടെ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്നാണ് പറയുന്നത്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ മന്നത്തെക്കാളും വലിയ ആളായിട്ടാണ് സുകുമാരൻ നായർ അവിടെ വാണരുത്. സാധാരണഗതിയിൽ നായന്മാരുടെ ഇടയിൽ തന്നെ പെരുന്നയിലെ പോപ്പെന്നാണ് അവർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. വത്തിക്കാനിലെ പോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോപ്പ് എന്ന് പറയുന്നത് പെരുന്നയിലെ പോപ്പാണെന്നാണ് പൊതുവെ നായന്മാരുടെ ഇടയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷത ഈ ക്യാമ്പസിനകത്ത്, അതായത് NSSന്റെ ആസ്ഥാനത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മന്നത്തിൻ്റെ പ്രതിമ ഇരിക്കുന്നുണ്ട് തന്നെ ഗേറ്റടച്ചാൽ പിന്നെ അവിടെ കയറാൻ പറ്റില്ല. അതാണ് രീതി, ഒരു പൊതുസ്ഥലത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ അത്യാവശ്യമാണ്. ആൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊന്നും മന്നത്തിനെ കാണാൻ അനുവദിക്കില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കയറ്റും. ഈ ആനന്ദബോസിനെ കയറ്റാത്തിന് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മന്നത്ത് പത്മനാഭൻ്റെ തന്നെ ചെറുമക്കളെ ഇതിനകത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല ഈ സുകുമാരൻ നായർ, ബാലശങ്കറിനെയും കുടുംബത്തെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് നായർ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഭൂരിഭാഗം നായന്മാരും അങ്ങനെയാണ് പറയുന്നത്. ഈ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വെച്ച്
അതിൽ നിന്നുള്ള വരുമാനമെടുത്ത് നായർ സമുദായത്തെ അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായ സംഘടനയാണ്. പക്ഷേ അത് ഈ സമുദായ സേവനത്തിനപ്പുറം സ്വയം സേവനമാണ് നടത്തുന്നത്. അതായത് സുകുമാരൻ നായരും കുടുംബത്തിൻ്റെയും സ്വയം സേവനമായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അഴിമതികളുണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് നായർ സമുദായത്തിന് ഗുണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും ഇല്ല എന്ന് തന്നെ പറയും. ഈ ആനന്ദബോസിനെ മാത്രമല്ല, സുരേഷ് ഗോപി ഒരിക്കൽ കയറ്റിയില്ല, ഓർമ്മയുണ്ടല്ലോ. സുരേഷ് ഗോപി അദ്ദേഹം ഒരു നായരാണ്. ഈ മന്നത്തിൻ്റെ പ്രതിമ പുഷ്പാർച്ചന പോയപ്പോൾ അദ്ദേഹത്തെ അതിനകത്ത് കയറ്റിയില്ല. അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന ആചാര്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. നാരായണഗുരുവിനൊപ്പവും ചട്ടമ്പിസ്വാമിക്കൊപ്പവും അതുപോലെ തന്നെ നമ്മുടെ അയ്യങ്കാളിക്കൊപ്പവും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അത് NSSന്റെ പൊതുസ്വത്തായിട്ട് ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്, അല്ല സ്വകാര്യ സ്വത്തായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് അങ്ങനെ മാറ്റിയത്. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ മന്നത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മന്നത്തിൻ്റെ സാമൂഹിക സേവനങ്ങൾ, അദ്ദേഹം കേരളത്തിന് നൽകിയ നവോത്ഥാന സംഭാവനകളൊക്കെ തമസ്കരിക്കപ്പെടുകയാണ്. ഇപ്പോൾ കേവലം ഒരു വെറും സമുദായത്തിൻ്റെ ആചാര്യനെ അദ്ദേഹത്തെ ചുരുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് സുകുമാരൻ നായരാണ്. അങ്ങനെയല്ല വേണ്ടത്. അദ്ദേഹത്തെ ഈ പറഞ്ഞ ഈ പെരുന്നയിലെ കരയോത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് മോചിപ്പിച്ച് അദ്ദേഹത്തിന് ഈ പൊതുവായിട്ട് പൊതുസമൂഹം ഇനി വരെ തലമുറ അറിയുന്ന രീതിയിൽ മന്നത്തിൻ്റെ സംഭാവനകൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം കേവലം ഒരു സമുദായ ആചാര്യനെ മാത്രം കാണാൻ കഴിയുന്നതല്ല. ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ സവർണജാഥ അദ്ദേഹം നയിച്ചത് തിരുവനന്തപുരത്തേക്ക്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർണ വിഭാഗങ്ങളെ അമ്പലത്തിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു വ്യക്തിത്വത്തെ അധിക്ഷേപിക്കലാണ് ഇങ്ങനെ പലരെ അതിനകത്ത് കയറ്റാതിരിക്കുന്നത്. ഇയാളുടെ കുടുംബസ്വത്വമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതേ സമയം 2 ദിവസം മുമ്പ് മറ്റൊരു ചിത്രം കണ്ടു. ഈ 2 ദിവസം മുമ്പ് നടന്ന ജനുവരി 2-ാം തീയതി ആയിരുന്നല്ലോ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി. അന്ന് നേതാക്കളുടെ ഇടിയായിരുന്നു ഈ മന്നത്ത് ആസ്ഥാനത്ത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ മന്നത്തിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന ചെയ്യാൻ പോകുന്നുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ മന്നത്തിൻ്റെ സമാധിയിൽ ഈ പോകുന്ന നേതാക്കളൊക്കെ പുഷ്പാർച്ചന നടത്തും. അത് കഴിഞ്ഞ് അപ്പുറത്തൊരു കസേര ഇട്ട് വിരിഞ്ഞിരിക്കും സുകുമാരൻ നായർ. നോക്കും ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെ വന്നില്ല, വന്നവരെന്തൊക്കെ ചെയ്തു എന്ന് വളരെ കുറുക്കൻ്റെ കണ്ണോടിട്ട് നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സമുദായ ആചാര്യനെ വണങ്ങി തിരിച്ചു പോകാൻ പലർക്കും പറ്റില്ല. അപ്പുറത്ത് കസേരയിട്ടിരിക്കുന്ന രാജാവിനെ മുഖം കാണിക്കണം, വണങ്ങണം. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തള്ള അവിടെയാണ്. അതായത് മന്നമല്ല വലുത്, മന്നത്തെക്കാളും വലിയ ഈ രാജപ്രമുഖനായിട്ട് ഇരിക്കുന്നത് സുകുമാരൻ നായരാണ്. പക്ഷേ വളരെ നമുക്ക് കാണുന്ന അലോസരം ഉണ്ടാകുന്ന ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കോൺഗ്രസ് നേതാക്കളായിരുന്നു വലിയ ഇടി, ഭയങ്കര ഇടിയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അതിൽ ചില കോൺഗ്രസ് നേതാക്കൾ ഈ BRM ഷഫീറിനെ പോലെ ആളുകൾ ഈ ഇദ്ദേഹത്തിന് കാല് തൊട്ട് തോന്നുന്നുണ്ട്, കാല് പിടിക്കുക. ആരുടെ? ഈ സുകുമാരൻ നായരുടെ. ഇത്രയും ഈ അഴിമതിയും അട്ടഹാസവും കാണിച്ച ഒരു സമുദായത്തെ മുഴുവൻ ഈ അവമാനിക്കുന്ന ഈ മനുഷ്യൻ്റെ മുതിർന്ന ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് തൊട്ടുവരുന്നത് കുഴപ്പമില്ല. പക്ഷേ ഒരു സമുദായ ആചാര്യനായിട്ട് അപ്പുറം നിൽക്കുന്ന മന്നത്ത് പത്മനാഭനെ വണങ്ങുകയാണോ ഇദ്ദേഹത്തെ വണങ്ങുകയാണോ വേണ്ടതെന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം ഹാപ്പിയാണ്. കാലിത്തൊട്ട് തൊഴുത് ഞാൻ അടിമയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്തിനാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോയി, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പോയി. ഇതൊരു ഒരു ആചാരം പോലെയാണ്. ഓരോ വർഷവും ചെന്ന് വണങ്ങുക എന്നൊരു ആചാരമാണ്. പക്ഷേ ഈ വണങ്ങുന്നത് അപ്പുറത്ത് അവിടെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലില്ല. കാര്യം നാരായണഗുരു അവിടെ ഇല്ലാത്തതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ അല്ലാത്തത് കൊണ്ടാണ് നടക്കാത്തത്. അതെന്തായാലും നന്നായി, ഈ ശിവഗിരി മഠം വന്നതുകൊണ്ടാണ് നന്നായി. ഇല്ലായെങ്കിൽ ഇതുപോലെ ആയതിനെ നാരായണഗുരുവിൻ്റെ അവസ്ഥ. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ചില സമുദായ പ്രമാണിമാർ അല്ലെങ്കിൽ ജാതി മുതലാളിമാർ തങ്ങളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റി തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ വെച്ചിരിക്കുക. അതുകൊണ്ട് CV ആനന്ദബോസിനും സുരേഷ് ഗോപിക്കും ഉണ്ടായ ഈ പറഞ്ഞ പോലെ ദുരനുഭവങ്ങൾ നാളെയും പലർക്കും ഉണ്ടാവും. അതിന് തർക്കമൊന്നും വേണ്ട. നിങ്ങൾ ഒരു കരയോ മെമ്പറാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്വതന്ത്രമായി അവിടെ ചെന്ന് നിങ്ങളുടെ സമുദായചാരം നിങ്ങൾക്ക് വണങ്ങാനോ അദ്ദേഹത്തിന് ഇപ്പോൾ അന്യനെ അർപ്പിക്കാനോ കഴിയില്ല. കാരണം ആദ്യം നിങ്ങൾ ആദരവും അന്യനെ അർപ്പിക്കേണ്ട ആർക്കാ? സുകുമാരൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന സുകുമാരൻ നായരെ എന്ത് ചെയ്യണം? തങ്ങളിലേക്ക് അടുപ്പിക്കണം. അതാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഈ വലിയൊരു തിരക്ക് ഇപ്രാവശ്യം മന്നസഭയിലുണ്ടാകാനുള്ള കാരണം. പക്ഷേ ഇതുപോലെ ഇദ്ദേഹം പറയുന്നവരെയൊന്നും എല്ലാ നായന്മാരും വോട്ട് ചെയ്യുന്നത് വേറൊരു കേസ്. മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കള്ളി വെളിച്ചത്തായിട്ട് കൂടി മഹാഭൂരിപക്ഷം നായന്മാരും ഇദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് ആനന്ദബോസിനുണ്ടായ ദുരനുഭവം ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ
സുമാരദാർഢ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കണ്ടാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.